അടുത്ത ദിവസം രാവിലെ തന്നെ അഞ്ജന എണീറ്റ് കുളിച്ച് ഫ്രഷായി പ്രാർത്ഥിക്കാൻ കേട്ടോ സൂര്യൻ്റെ നേരെ തിരിഞ്ഞിട്ട്. ആ സമയത്താണ് കേട്ടോ പൂജ അങ്ങോട്ടേക്ക് ചായയുമായി വരുന്നത്. അവൾ അകത്ത് കയറി ഡോർ ലോക്ക് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് അഞ്ജനയുടെ അടുത്ത് പോയി പറയുന്നുണ്ട്, അമ്മ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞു അല്ലേ? അതേ മോളെ, ഇതൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ശീലിച്ച ശീലങ്ങളാണ് എന്ന് പറയാൻ കേട്ടോ. അതുമാത്രമല്ലമ്മേ, നമ്മൾ ജനിച്ചു വീഴുന്ന കുടുംബത്തിൻ്റെ മഹത്വം കൂടിയാണ് എന്നൊക്കെ പറയാൻ പൂജ. അതേ മോളെ, ഞാൻ ജനിച്ചത് അകത്തളവും നാലുകെട്ടും ഒക്കെയുള്ള ഒരു തറവാട്ടിൽ തന്നെയാണ് എന്ന് പറയാൻ കേട്ടോ. അമ്മ ഇരിക്കുമെന്ന് പറഞ്ഞ് പൂജ അഞ്ജനയെ ഇരുത്തിയിട്ട് ചായ കൊടുക്കുകയാണ്. മോൾക്ക് ഇതെല്ലാം ഒരു ബുദ്ധിമുട്ടായില്ലേ എന്ന് അഞ്ജന ചോദിക്കുകയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന് അതിഥികളെ സൽക്കരിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണോ എന്ന് പൂജ ചോദിക്കേണ്ട. അപ്പം അഞ്ജന പറയുന്നുണ്ട്, അതെ, എൻ്റെ വീട്ടിലും അതിഥികൾ വന്നാൽ അവരെ നന്നായി സൽക്കരിച്ച് സന്തോഷമായി തിരിച്ചറിക്കുക പതിവുണ്ടായിരുന്നു. അത് എൻ്റെ അച്ഛനൊരു ശീലമായിരുന്നു. അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളും എന്ന് പറയാൻ കേട്ടോ പൂജ. അമ്മ ഇന്ന് ഞങ്ങളുടെ അതിഥിയാണ്, അതുകൊണ്ട് അമ്മയെ സൽക്കരിച്ചേ പറ്റൂ എന്ന് പറയാണ്. ഇതൊക്കെ കാണുമ്പോൾ അഞ്ജന കരയാണ്. എന്നിട്ട് പൂജയെ കെട്ടിപ്പിടിക്കുകയാണ്. നീ ഈ വീടിൻ്റെ പുണ്യമാണ് മോളെ, നിന്റെ ഉള്ളിൽ നന്മ മാത്രമേ ഉള്ളൂ. ഒരു ബന്ധമില്ലാഞ്ഞിട്ടും എന്നെ നീ താമസിക്കാൻ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് ഉറങ്ങാൻ ഒരു മുറിയും തന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അഞ്ജന കരയാണ് കേട്ടോ. അപ്പോൾ പൂജ പറയുന്നുണ്ട്, അമ്മേ, ഞാനെന്ന് അപകടത്തിൽ പെട്ടതും പിന്നീട് എന്നെ രക്ഷിച്ചതുമെല്ലാം അമ്മയല്ലേ, അപ്പോൾ ഇതെല്ലാം എൻ്റെ ഒരു കടമയല്ലേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഞാനോ മോളെ, നിന്റെ അമ്മക്ക് ഒരു ശല്യമായി മാത്രമല്ലേ ഞാൻ നിന്നിട്ടുള്ളൂ, എന്നിട്ടും നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? ചിലപ്പോൾ നന്ദേട്ടൻ എന്നെ വിവാഹം കഴിക്കേണ്ടത് ദൈവനിശ്ചയമായിരിക്കും. നിന്നെ ഈ ഭൂമിക്കും ഈ സമൂഹത്തിനും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നിന്റെ ജന്മം ദൈവം നേരത്തെ തന്നെ കണക്ക് കൂട്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ആക്കിയത് എന്ന് പറയാൻ കേട്ടോ അഞ്ജന. എന്നിട്ടോ ഇപ്പോഴിതാ ഈ മോൾക്ക് ഒരു തടസ്സമായിട്ട്, ഒരു ബാധ്യതയായിട്ട് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കരയാൻ കേട്ടോ. പൂജ പറയുന്നുണ്ട്, അമ്മ സമാധാനമായിട്ട്, അമ്മ ഇതുവരെ ഒരുക്കിയ കണ്ണീരിനൊക്കെ ഒരു അവസാനം വേണ്ടേ? ഞാൻ എന്തായാലും ഈ അമ്മയെ കൈവിടില്ല എന്നൊക്കെ പറഞ്ഞ് അഞ്ജനയെ കെട്ടിപ്പിടിച്ച് മുഖത്തിന് ഉമ്മക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് സ്നേഹ അങ്ങോട്ടേക്ക് വരുന്നത്. അവളും അകത്ത് കയറി കഥ കിടക്കുകയാണ്. സ്നേഹ വന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാ പൂജേച്ചി ആൻറ്റി കരയുന്നത്? ആൻറ്റി പഴയ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കരയാണ് എന്ന് പറയാൻ കേട്ടോ പൂജ. മനസ്സിൽ നന്മയുള്ളവർക്ക് ഇങ്ങനെ സങ്കടപ്പെടാൻ കഴിയൂ എന്ന് സ്നേഹ പറയാണ്. അതേ മോളെ, ഞാൻ മുജ്ജന്മത്തിൽ ഏതോ സുഹൃത്തും ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇന്ന് നിങ്ങളെപ്പോലെ ഈ ഭാഗ്യം കിട്ടിയത്. ദൈവം എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. അതിന് ദൈവത്തോട് ഞാനിപ്പോൾ നന്ദി പറയുകയാണ്. അപ്പോൾ സ്നേഹ പറയുന്നുണ്ട്, ആൻറ്റി ധൈര്യമായിട്ടിരിക്കും, ഇവിടെ ഞങ്ങളൊക്കെ അല്ലേ, ഒന്നും കൊണ്ട് വിഷമിക്കണ്ട എന്ന് പറയാണ്. അഞ്ജന പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ എത്തിയ സന്തോഷമേ ഉള്ളൂ, വിഷമമൊന്നുമില്ല. പക്ഷെ ഞാൻ കാരണം നിങ്ങൾക്കും കൂടി സങ്കടം ഉണ്ടാവരുത്, അത് ഓർത്തിട്ടാണ് എൻ്റെ വിഷമം എന്ന് പറയാൻ കേട്ടോ. താലി കെട്ടിയ ഭർത്താവിനോ ജന്മം കൊടുത്ത മക്കൾക്കോ എന്നോട് സ്നേഹമില്ല. അവർക്കെല്ലാം വേണ്ടത് എൻ്റെ സമ്പത്ത് മാത്രമാണ്. എല്ലാം ഞാൻ റാണിമോളെ ഉപേക്ഷിച്ചതിന് ദൈവം എനിക്ക് തന്ന ശിക്ഷ മാത്രമാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അഞ്ജന പറയുന്നുണ്ട്, ഇല്ല അമ്മേ, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. കുഞ്ഞ് മരിച്ചു പോയെന്ന് അമ്മയോട് കള്ളം പറഞ്ഞതല്ലേ, അല്ലാതെ അമ്മ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചതൊന്നുമല്ലല്ലോ. സ്നേഹ പറയും, ഇതൊക്കെ ഞാൻ സിനിമയിലേ കേട്ടിട്ടുള്ളൂ, പക്ഷേ ജീവിതത്തിൽ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. എൻ്റെ കുഞ്ഞെ നഷ്ടപ്പെട്ട അന്ന് തന്നെ ഞാൻ മരിച്ചാലും മതിയായിരുന്നു, എങ്കിൽ എനിക്കിതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. അപ്പോൾ പൂജ പറയും, അമ്മ അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയെങ്കിൽ അമ്മൻ്റെ റാണിമോൾ ഇപ്പോൾ അനാഥയായേനെ. ദൈവം ഓരോന്നും നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കൂ. അതുകൊണ്ടല്ലേ ഞാനും അമ്മയൊക്കെ ഇപ്പോഴും ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് എന്ന് പറയാണ്. എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ദൈവം നടത്തിത്തരില്ല അമ്മേ, ചില പരീക്ഷണങ്ങളൊക്കെ നൽകും. അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ്റെയും ഈ അമ്മയുടെയും ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. ഇങ്ങനെ പൂജ പറയുമ്പോൾ സ്നേഹ പറയാണ്, അതുകൊണ്ടാണ് ആ അച്ഛൻ്റെ മകളുടെ കയ്യിൽ തന്നെ ഈ അമ്മ അവസാനം എത്തിയത് എന്ന് പറയാം കേട്ടോ. പക്ഷെ ഞാൻ കാരണം എൻ്റെ പൂജമോൾ ക്രൂശിക്കപ്പെടുകയാണല്ലോ എന്നൊരു വിഷമമേ എനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വല്ല അനാഥാലയത്തിലോ ആശ്രമത്തിലോ പോയിക്കോളാം മോളെ എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ പൂജക്ക് ദേഷ്യം വരാൻ, ഞാൻ ഇന്നലെ തന്നെ അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്, എന്തും ധൈര്യമായിട്ട് നേരിടണം, ഞങ്ങൾ എന്നും അമ്മയ്ക്കൊപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ചൂടാറുന്നതിന് മുൻപ് ചായ കുടിക്കുക എന്ന് പറഞ്ഞ് പൂജയും സ്നേഹം അവരിരുന്ന് പോവാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിലെ മധു പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അമ്മയെ വിളിക്കാൻ പോകുന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ പോവുകയാണ്. അപ്പോൾ കനകേച്ചി പറയുന്നുണ്ട്, ഇപ്പോൾ ഈ വീട്ടിലെ എല്ലാവരും ആകെ ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ്, ആ സമയത്ത് ഇങ്ങോട്ടേക്ക് വിളിക്കണ്ട, എല്ലാവരും ഒരു തീരുമാനത്തിലെത്തിയതിനു ശേഷം അമ്മയെ തിരിച്ചിങ്ങോട്ടേക്ക് വിളിക്കാം, അതായിരിക്കും നല്ലത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മാധുരി പറയുന്നുണ്ട്, അമ്മ എന്തായാലും നമ്മോടൊരു വാക്ക് പറയാതെ ഇറങ്ങി പോയതല്ലേ, അപ്പോൾ അമ്മയെ വിളിച്ച് വരുത്താൻ പറ്റുമെങ്കിൽ അത് തന്നെയല്ലേ നല്ലത് എന്ന് പറയാൻ കേട്ടോ. മധു വിളിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചോ എന്ന് പറയാണ്. അപ്പോഴും കനകേച്ചി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്, അഞ്ജനയെ ആശ്രമത്തിലേക്കോ മറ്റോ മാറ്റിയതിനു ശേഷം അമ്മയെ തിരികെ വിളിച്ചാൽ പോരെ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ മധു പറയുന്നുണ്ട്, പാവം അഞ്ജന ചേച്ചി, ഇന്നായിരിക്കും മര്യാദക്ക് സമാധാനത്തോടെ ഒന്ന് ഉറങ്ങിയത്, പക്ഷെ ഇന്നത്തോടെ എല്ലാവരുടെയും ഉറക്കം അങ്ങ് പോയി കിട്ടി ഈ വീട്ടിലുള്ളവരുടെ എന്നൊക്കെ പറയാട്ടോ കനകേച്ചി. മാധുരി പറയുന്നുണ്ട്, അമ്മ എല്ലാം ഒന്ന് അറിഞ്ഞു കഴിഞ്ഞെങ്കിലേ എനിക്ക് സമാധാനമാകൂ, എങ്കിലേ ഒരു സ്ഥിരമായിട്ടുള്ള തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റൂ എന്നൊക്കെ പറയാണ്. അപ്പം മധുവും അങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ, ഇനി അമ്മയെ അറിയിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ. പിന്നീട് കാണിക്കുന്നത് വസന്തൻ അർജുനോട് പറയുന്നുണ്ട്, നമ്മൾ സംശയിച്ച കാര്യങ്ങളെല്ലാം സത്യമാണ് അർജുൻ, കമ്മീഷണർ അല്ല ഇതിൻ്റെ എല്ലാം പിന്നിലെ പ്രിയയാണ്.
ഞാൻ പ്രിയയെ സ്ഥിരമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അന്ന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് വ്യക്തമായിട്ട് പ്രിയ ആണ് ഇതിന് പിന്നിലെന്ന് പറയാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് അന്നുണ്ടായ കാര്യങ്ങൾ പറയാൻ കേട്ടോ. പ്രിയ പോകുന്നതും പിന്നെ സ്നേഹസദനത്തെ പിന്നിൽ നിന്നുള്ള ഒരു ചെടിച്ചട്ടിയിൽ നിന്ന് ഒരു കവർ എടുക്കുന്നതും അതിലൊരു ഫോണും കുറച്ച് പേപ്പേഴ്സും കുറച്ച് ക്യാഷുള്ള കാര്യങ്ങളും അതിൽ നിന്ന് 2 പേപ്പേഴ്സ് പ്രിയ എടുത്ത് മാറ്റിയതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അർജുനും പൂജക്കും പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ വസന്തൻ. പിന്നീട് ഒരു ദിവസം പ്രിയ പുറത്ത് പോയതും അവളെ ഫോളോ ചെയ്തുകൊണ്ട് വസന്തൻ പിന്നാലെ പോയതും അങ്ങനെ പുറത്ത് നിന്ന് ഒരാളെ കണ്ടുമുട്ടിയതും അവരുമായി സംസാരിക്കുന്നതും എല്ലാ വസന്തൻ കണ്ട കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അവസാനം അർജുനോട് പറയുന്നുണ്ട്, ഈ സ്വാതി കേസിൻ്റെ പിന്നിലും പ്രിയ തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. അപ്പോൾ പൂജ ചോദിക്കാൻ, അപ്പോൾ നമ്മൾ കമ്മീഷണർ സംശയിച്ചത് തെറ്റാണോ? വസന്തൻ പറയുന്നത് അതെ, 99% നമ്മൾ സംശയിച്ചത് തെറ്റാണ്. പ്രിയ അവളെ നമ്മളോടും ഈ കുടുംബത്തോടും പകയുമായി നടക്കുന്നവളാണ്. അവൾ ഏത് നിമിഷം എന്തും ചെയ്യാനും കഴിവുണ്ട്. ഇത് അവൾ സ്നേഹസദനത്തിന്റെ മുറ്റത്ത് കുഴിച്ചിട്ടതാണ് എന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ എടുത്തിട്ട് അർജുന് പൂജന്റെ കയ്യിൽ വെച്ച് കൊടുക്കാണ്ട് അങ്ങനെ അവർ ആ പേപ്പർ വായിച്ചു നോക്കുകയാണ്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഇത് ജയിലിലെ വിസിറ്റേഴ്സ് കാർഡാണല്ലോ. അപ്പോൾ അവൾ ആരെയോ ജയിലിൽ കാണാൻ വേണ്ടി പലതവണ പോയിട്ടുണ്ടെന്ന് എന്നർത്ഥം. പിന്നീട് വസന്തന് ഫോൺ എടുത്തിട്ട് അന്ന് പ്രിയ സംസാരിച്ചിരുന്ന ആളുടെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ കേട്ടോ ആണ്ടവന്റെ. അത് അർജുൻ നോക്കിയിട്ട് പറഞ്ഞത് ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, അത് അവരുടെ വീഡിയോസും ഉണ്ട് എന്ന് പറയാൻ. പക്ഷേ അവൾ സംസാരിക്കുന്നത് വ്യക്തമല്ല എന്ന് പറയുന്നുണ്ട്. അതും അർജുൻ പരിശോധിക്കാൻ കേട്ടോ. എന്നിട്ട് ആരാണ് എന്ന് പിടികിട്ടുന്നില്ല എന്ന രീതിയിൽ അർജുൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്നിട്ട് ആലോചിക്കുന്നുണ്ട്, എന്തായാലും ഇതൊരു നമ്പർ 1 ക്രിമിനലാണ്, ഇത് ആരാണെന്ന് കിരണിനോട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് കിരണിന് ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, കിരൺ ഞാൻ നിന്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോയും കുറച്ച് ഡോക്യുമെന്റ്സും അയക്കുന്നുണ്ട്, അതിൽ ജയിൽ വിസിറ്റേഴ്സ് പാസും ഉണ്ട്, പ്രിയയിൽ നിന്ന് കിട്ടിയതാണ്, അത് നോക്കിയിട്ട് നീ പറയണം എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് കിരണിന് അയക്കാൻ കേട്ടോ. അങ്ങനെ കിരൺ അത് കണ്ടിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ പൂജ പറയുന്നുണ്ട്, അജുവേട്ടാ കമ്മീഷണർ ഈ കേസിൽ പിന്നിലെന്ന് കരുതി നമ്മൾ അഞ്ജനാമ്മ ഇങ്ങോട്ടേ കൂട്ടിക്കൊണ്ടുവന്നത് കമ്മീഷണർ വരും എന്ന പ്രതീക്ഷയിലല്ലേ, അപ്പം അങ്ങനെയെങ്കിൽ കമ്മീഷണർ ഇനി വരില്ലല്ലോ എന്ന് പറയാണ്. അർജുൻ പറയുന്നത്, ഇപ്പോൾ നമുക്ക് അതൊന്നുമല്ല വിഷയം, ഇതിന്റെ പിന്നിൽ പ്രിയയാണ്. അപ്പോൾ നമുക്ക് അവളാണ് എന്ന കാര്യം കിരണ് അതെല്ലാം കണ്ട് വ്യക്തമായിട്ട് ഒരു ഉത്തരം തന്നു കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തെ അംഗത്തിന് ഒരുങ്ങാം എന്ന് പറയാൻ കേട്ടോ അർജുൻ. പ്രിയയെ ഇനി പുറത്തിറങ്ങാത്ത രീതിയിൽ എന്നേക്കുമായി അകത്താക്കാം. അതെല്ലാം ഇനി കിരണിന്റെ കൈകളിലാണ് ഇരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നന്ദഗോപന്റെ വീട്ടിലേക്ക് അഞ്ജനയുടെ ഭർത്താവ് അരവിന്ദ് മദ്യപിച്ചിട്ട് കയറി വരികയാണ് കേട്ടോ. മുറ്റത്ത് നിന്ന് വക്കീലെ, എടാ കൂറ വക്കീലെ, പരട്ട വക്കീലെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണ്. അകത്ത് കയറിയിട്ടും ആരും കാണാത്തത് കൊണ്ട് എടാ വക്കീലെ ഒളിച്ചിരിപ്പാണോ, ഇറങ്ങി വാടാ എന്നൊക്കെ വിളിച്ചു പോവാൻ കേട്ടോ. ആ സമയത്ത് അരുണിമ അങ്ങോട്ട് വരികയാണ്. അവർ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ദയവായി ഇവരെ നിന്ന് ഇറങ്ങിപ്പോണം, ഇവിടെ ബഹളം വെക്കരുത് എന്ന് പറയാണ്. അയ്യോ ഇതാരേ മിസ്സിസ് നന്ദഗോപൻ നമസ്കാരം എന്നൊക്കെ പറയാൻ കേട്ടോ കളിയാക്കിക്കൊണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം എന്ന് അരുണിമ വീണ്ടും പറയുമ്പോൾ, നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനം തിരികെ തന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ പോകാം എന്ന് പറയാൻ കേട്ടോ അരവിന്ദ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അരുണിമ നന്ദേട്ടാ എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ വിളിക്കാൻ കേട്ടോ. ആര് വിളിച്ചാലും വേണ്ടിയില്ല, നിങ്ങൾ കൊണ്ടുവന്ന സാധനം തിരികെ തന്നാൽ, ആ അഞ്ജനയെ തിരികെ തന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ പോകാമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നന്ദഗോപനും അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. നന്ദനെ കാണുമ്പോൾ അരവിന്ദ് പറയാണ്, ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല, എന്തായാലും നല്ല ബെസ്റ്റ് ഫാമിലിയാണ് എന്ന് പറയുമ്പോൾ നന്ദഗോപൻ ഒന്ന് ഇറങ്ങിപ്പോടോ, ഇറങ്ങിപ്പോകണമെങ്കിൽ നീ അവളെ ആദ്യം വിട്, എവിടെയാടോ താൻ അവളെ പൂട്ടിവെച്ചിരിക്കുന്നത്? അഞ്ജനക്കുട്ടി നിന്റെ അരവിന്ദേട്ടൻ വന്നടി എന്നൊക്കെ വിളിച്ച് പറയാൻ കേട്ടോ അവിടെ നിന്ന്. നിങ്ങളുടെ ഭാര്യ ഇവിടെ ഇല്ല എന്ന് പറയാൻ കേട്ടോ നന്ദൻ. എന്റെ ഭാര്യ അഞ്ജന എന്റെ ഭാര്യ ആകുന്നതിന് മുൻപ് നിങ്ങളുടെ ഭാര്യയായിരുന്നല്ലോ. നിങ്ങൾ അയച്ച 2 പെൺഗുണ്ടകൾ അവളെ വന്ന് തട്ടിക്കൊണ്ടുപോയി. അവൾ ഇവിടെ തന്നെ താമസിപ്പിച്ചിട്ടുണ്ട്. അവളെ ഇറക്കി വിടണം എന്ന് പറയാണ്. എന്നിട്ട് കൊണ്ടേ പോകൂ അഞ്ജന എന്ന് വിളിക്കാൻ കേട്ടോ അരവിന്ദ്. അവൾ ഇവിടെ ഇല്ലടോ, എന്റെ മകളും ഭാര്യയുടെ അനിയത്തിയും അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ സത്യമാണ്. പക്ഷെ ഇവിടെ കയറ്റാത്തത് കൊണ്ട് അവൾ അവളെ തിരികെ കൊണ്ടുപോയി എന്ന് പറയാൻ കേട്ടോ നന്ദൻ. അവൾ അവിടെ ഹോസ്പിറ്റലുണ്ടാവും, നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അരവിന്ദ് പറയുന്നുണ്ട്, ഇല്ല അവൾ ഇവിടെ തന്നെയുണ്ട്. നിങ്ങളയച്ച പെൺകുണ്ടകളിലെ ആ പൂജയും മധുവും അവറ്റകൾ എന്നെ തല്ലിയ റൊട്ടി പരുവമാക്കി, അതിനെല്ലാം ഞാൻ മറിച്ച് തല്ലുന്നുണ്ട്. അപ്പോൾ അരുണിമ പറയുന്നുണ്ട്, നിങ്ങളോട് പറഞ്ഞില്ലേ അവരിവിടെ ഇല്ല, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകൂ എന്ന്. നന്ദേട്ട പോലീസിനെ വിളിക്കൂ എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അരവിന്ദ് ചിരിക്കുകയാണ്. എന്റെ നന്ദേട്ടനല്ല, ഈ അരവിന്ദേട്ടനാണ് പോലീസിനെ വിളിക്കാൻ പോകുന്നത്. എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്നതിനും അവളുടെയും അവളുടെ മകളുടെയും സ്വത്ത് അടിച്ചു മാറ്റാനല്ലേ നിങ്ങൾ ശ്രമിക്കുന്നതിനൊക്കെ ഞാൻ പരാതി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് വീണ്ടും അഞ്ജനയെ എന്ന് വീട്ടി വിളിക്കുകയാണ്. ഇത് കേട്ട് മഹേശ്വരമ്മ പുറത്ത് വരികയാണ് കേട്ടോ. ഏതാണ് നന്ദ ഇയാൾ എന്ന് ചോദിക്കുമ്പോൾ ഇതേതാ അമ്മച്ചി എന്ന് തിരിച്ചും അരവിന്ദ് ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു തരാം, ഞാൻ ഈ അരുണിമയുടെ അമ്മ. ഇവളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ ഭാര്യയെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കെട്ടിയെന്നുള്ളിപ്പിച്ചത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല. നിന്റെ ഭാര്യയുണ്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് നാടകം കളിക്കാൻ വെറുതെ വരണ്ട. അവൾ എവിടെയുള്ള പിടിച്ച് പൊക്കോണം. ഇനി എൻ്റെ കൺമുമ്പിൽ കണ്ടുപോകരുത് അവളെ. ആർക്കാണ് അവളെ ഇവിടെ താമസിപ്പിക്കാൻ വലിയ ആഗ്രഹം? ഇങ്ങനെയൊക്കെ മഹേശ്വരിയമ്മ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ അരവിന്ദിനോട്. അപ്പോൾ നിങ്ങൾ അവളെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു എന്ന് ചോദിക്കാട്ടോ നന്ദനോട്. നിന്റെ ഭാര്യയ്ക്കും ഈ അമ്മക്കൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് നന്ദഗോപ നീ എവിടെയാണ് അവളെ ഒളിപ്പിച്ചത്? സത്യം പറഞ്ഞോണം, അവൾ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ.
നിന്ന് പ്രസംഗിക്കാതെ പോടോ എന്ന് പറഞ്ഞിട്ട് നന്ദഗോപൻ നന്നായിട്ട് അരവിന്ദിൻ്റെ മുഖത്തടിക്കുന്നുണ്ട്. എന്നിട്ട് പിടിച്ച് പുറത്താക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് റെസ്ക്യൂ ഹോമിലാണ് കേട്ടോ. അവിടെ സ്വാതിയോട് വക്കീൽ പറയുന്നുണ്ട്, അർജുൻ അവൻ എന്തായാലും ഈ കേസിന് വേണ്ടിയിട്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കേസിന് പിന്നിൽ ആരാണെന്ന് അവൻ വ്യക്തമായിട്ട് തിരിച്ചറിയും. അത് കഴിഞ്ഞാൽ അവൻ മാനനഷ്ട കേസിനെ ഫയൽ ചെയ്യാൻ പോവുകയാണ്. ഇതും കൂടി ആകുമ്പോൾ ഇനി നമ്മൾ നിയന്ത്രിക്കുന്നിടത്ത് നിൽക്കില്ല, കാര്യങ്ങൾ എല്ലാം കൈവിട്ട് പോകാൻ പോവുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാതി എനിക്ക് പേടിയാവുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യണം, ആകെ കുഴപ്പമായല്ലേ, ഞാൻ അച്ഛനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാമെന്ന് ആലോചിച്ചിട്ടാണ് ഈ ഒരു കാര്യത്തിന് നിങ്ങൾ പറയുന്നത് അനുസരിച്ച് നിന്നത്. ഇതിപ്പോൾ അതിലും വലിയ കുഴപ്പമായല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ കരയാണ് കേട്ടോ. എന്തായാലും അർജുൻ കേസൊക്കെ ഫയൽ ചെയ്ത് മൂവ് ചെയ്യട്ടെ, ആ സമയത്ത് നമുക്ക് നോക്കാം, എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വഴിയുണ്ടെങ്കിൽ അതിൽ പിടിച്ച് കയറാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സ്വാതിയോട്. പിന്നീട് കാണിക്കുന്നത് പ്രിയ റെഡിയായിട്ട് ബാഗിൽ സാധനങ്ങളൊക്കെ വെച്ച് ഒരുങ്ങി പുറത്ത് പോകാൻ നിൽക്കാൻ കേട്ടോ. ആ സമയത്ത് മല്ലിക വന്നിട്ട് തടയുന്നുണ്ട്. നീ എവിടേക്കാണ് പോകുന്നത്? നിന്നെപ്പോലുള്ള നാശത്തെ ഇവിടെ കയറ്റാൻ പോലും പാടില്ലായിരുന്നു. അത് വിശ്വാസ് സർ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. നിന്റെ കള്ളത്തരങ്ങളെല്ലാം ആരും അറിയില്ല എന്ന് വിചാരിച്ചോ? നീ വലിയ സന്യാസിനിയുടെ രൂപം ധരിച്ച് ഇവിടെ അങ്ങ് കഴിഞ്ഞുകൂടാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ചുളിവിൽ നിന്റെ കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാമെന്നും കരുതി അല്ലേടി എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ മല്ലിക.